ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. KTU-S1 2024 സ്കീമിന്റെ സ്റ്റഡി പ്ലാൻ തന്നെ നോക്കാം. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാക്ട് പ്ലാൻ ഉണ്ടാകും, അതുമല്ല എങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകില്ല. നമുക്ക് ഓരോന്നും എന്താണ് മീൻ ചെയ്യുന്നതെന്നും അതിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കും, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്, കംപ്ലീറ്റ് നോക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഡിസംബർ 4 അല്ലെങ്കിൽ 5 ആയിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ ഇനി ഇതുവരെ ട്രയൽ ഡേ ആയിട്ട് കണക്കാക്കും. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അല്ലാത്തവരാണ് എങ്കിൽ ട്രയൽ ഡേ എന്ന് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ വെച്ച് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കയ്യിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. KTU-S1 സ്റ്റഡി പ്ലാനിന് പോകുമ്പോൾ ഒന്ന്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സിലബസ് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ സിലബസ് അറിയാതെ പോകരുത്. സിലബസ് അറിയില്ല എങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാം. 2, ഓരോ സബ്ജക്റ്റിനും എത്ര ക്രെഡിറ്റ്സ് ഉണ്ടാകും, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്താൽ മതി. രണ്ടാമത്തത്, ക്രെഡിറ്റ്സ് എല്ലാം ആ സിലബസിൽ തന്നെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു നോട്ട്സ് ഉണ്ടായിരിക്കണം. അതായത് ഈ ഓരോ സബ്ജക്റ്റിലും മൊഡ്യൂൾ വൈസ് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ കംപ്ലീറ്റ് പക്ക പെർഫെക്റ്റ് നോട്ട്സ് ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരിക്കണം. അതൊന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ കോളേജിൽ തന്നിട്ടുള്ള നോട്ട്സ് ഉപയോഗിക്കാം. ഇൻ കേസ് ഇതൊന്നുമില്ല എങ്കിൽ, നോട്ട്സ് ഇല്ല എങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ നോട്ട്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ ഒരു നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം PYQ ആണ്. PYQ ആൻഡ് പ്രാക്ടീസ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഈ PYQ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്നെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വഴി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്: സിലബസ്, നോട്ട്സ്, PYQ. ഇനി അങ്ങനെയുണ്ട് എങ്കിൽ നമുക്കറിയാം, നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള ടൈം ടേബിൾ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസംബർ 6, 7, 8 ആ 3 ദിവസങ്ങൾ ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്കറിയാം മാത്സ് ആണ്. ഈ മാത്സിന് വേണ്ടി ഉപയോഗിക്കരുത്, കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഡിസംബർ 6, 7, 8 ഈ സ്റ്റഡി ലീവ്, ഈ സമയം നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം? ഫിസിക്സിന് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് ഉപയോഗിക്കാം. ഞാൻ ഈ പറയാനുള്ള കാരണം, ഇതിന് വളരെ കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് പഠിച്ച് സെറ്റാക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് എയും ബിയും ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും, ഗ്രൂപ്പ് സി ആണ് എങ്കിൽ സിവിലും മെക്കും ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഇതിലേതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിനുവേണ്ടി സമയം ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് 2 മൊഡ്യൂളെങ്കിലും ഇത് ഓരോന്നിന്നും നിങ്ങൾ ആ നോട്ട്സ് വെച്ച് PYQ വെച്ച് പഠിക്കാം. എന്നിട്ട് ഡിസംബർ 9, 10 പൈത്തൺ ഉപയോഗിക്കുക. പൈത്തൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ്, ഒരു സബ്ജക്റ്റാണ് പൈത്തൺ. പൈത്തണും കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള 2 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉള്ളത്. അതുകൊണ്ട് പൈത്തൺ, ഫിസിക്സ് ഓർ കെമിസ്ട്രി, അതുപോലെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും, ഗ്രൂപ്പ് സിക്കാർക്കാണെങ്കിൽ മെക്കും സിവിലും സെറ്റാക്കി വെക്കുക. അതിനുശേഷമുള്ള ഇത്രയും ദിവസങ്ങൾ എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സ് എന്ത് ചെയ്യുക? ഓരോ മൊഡ്യൂളും തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അതിന് ബേസ് ഇല്ല എങ്കിൽ ഇപ്പോഴേ നോട്ട്സ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. പഠിച്ചു വന്നവരാണെങ്കിൽ ഓൾറെഡി സീരീസ് 1, സീരീസ് 2 പഠിച്ചൊരു ധാരണ ഉണ്ടാകും. പക്ഷേ ഈ 4 ദിവസം കൊണ്ട് നമ്മൾ മാത്സ് സെറ്റാക്കി എടുക്കും. അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഈ ഓരോ മൊഡ്യൂളിൽ നിന്നും വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലും ലൈവായിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതാണ്. അത് കഴിഞ്ഞ് ഡിസംബർ 16, 17, അതായത് 15-ാം തീയതി നിങ്ങൾ മാത്സ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അത് പെർഫെക്റ്റ് ആയി വന്ന് 16, 17 ഫിസിക്സും കെമിസ്ട്രിക്കും ഉള്ള പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പകുതി കുറച്ച് മൊഡ്യൂൾസ് പഠിച്ചു തീർക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ തൊട്ടിരിക്കണം. ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഡിസംബർ 19, 20, 21, അതായത് മനസ്സിലാക്കുക, ഡിസംബർ 18-ാം തീയതി എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത എക്സാം ഡിസംബർ 29 മാത്രമേ ഉള്ളൂ. 11 ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഗ്രാഫിക്സും മെക്കാനിക്സും ഞാൻ തൊടാത്തത്. നിങ്ങൾ ഗ്രാഫിക്സ് നന്നായിട്ട് പഠിക്കാനുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഗ്രാഫിക്സും മെക്കാനിക്സും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വിനിയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് ടൈം ടേബിളാണ്, ഇതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിലൊക്കെ ഫോക്കസ് ചെയ്യാം? ഗ്രാഫിക്സും മെക്കാനിക്സും. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ വേണമെങ്കിൽ പൈത്തൺ, അതല്ല എങ്കിൽ ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്ക്. അപ്പോൾ ഈ 3 വിഷയങ്ങൾ സെറ്റാക്കി എടുക്കാനുള്ള ഒരു ലോങ് ലീവാണ്, ഒരു 11 ദിവസമാണ് തന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്സും മെക്കാനിക്സിനും അഡീഷണൽ ഒരു 4 ദിവസം എടുക്കാം. കാരണം കുറച്ചധികം പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ്. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും എന്ത് ചെയ്യണം? പൈത്തന് കൊടുക്കണം. ബാക്കി ഒരു 2 ദിവസം എന്തിനു കൊടുക്കണം? നിങ്ങൾ ഓൾറെഡി പഠിച്ചിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉണ്ടല്ലോ, ഇലക്ട്രിക്കലിൻ്റെ ബാക്കി പഠിക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ബാക്കി മെറ്റീരിയൽസ് തന്നുകൊണ്ടേയിരിക്കും. ഡിസംബർ 30 അങ്ങനെയാണ് എങ്കിൽ ഡിസംബർ 29 നിങ്ങൾ പോയി എന്തെഴുതുന്നു? ഗ്രാഫിക്സ് എഴുതുന്നു. ഡിസംബർ 30 ഒരൊറ്റ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത്? ഈ
ഇലക്ട്രിക്കൽ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഡിസംബർ 30 പോയി ഇലക്ട്രിക്കൽ എഴുതാം. അത് കഴിഞ്ഞ് ജനുവരി 1, 2 നിങ്ങൾ പൈത്തൺ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി മക്കളെ. കാരണം നിങ്ങൾ ഇവിടെ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് ഉണ്ടായിരിക്കണം, വെറുതെ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നോട്ട്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കണം, PYQ ഉണ്ടായിരിക്കണം. ഈ PYQ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പവർ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. സോ നമ്മൾ എന്തായാലും പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിളിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി എഴുതാം. ജസ്റ്റ് ഒരു ഇൻസൈറ്റ് തരികയാണ്. കാരണം നിങ്ങളുടെ എക്സാം ഡേറ്റുകൾ വെച്ചിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്ട്സും ഏതിനൊക്കെയാണ് ഗ്യാപ്പ് കുറവും എന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം, നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും സീരീസും ഒക്കെ ഓൺ ദ വേ ആണ് ഗൈസ്. ഡിസംബർ നമ്മൾ പൊളിച്ചെടുക്കും. KTU പരീക്ഷകൾ സപ്ലൈ ഇല്ലാതെ പാസ്സാവുകയും ചെയ്യും.